ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പേജിൽ ആദ്യത്തെ ഒരു ആയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു വിഷയമാണ്. സിഹറിനെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയണത്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ഞാൻ വായിച്ചു മനസ്സിലാക്കിയതിൽ നിന്ന് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. അപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാൻ എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് ഇസ്രായേലിനെ കുറിച്ചിട്ടാണ്. അവർ അള്ളാഹുവിൽ നിന്നും ഒരു വേദഗ്രന്ഥം അവർക്ക് വന്നപ്പോൾ, അവർക്ക് അറിയാവുന്ന ഒരു ഗ്രന്ഥം വന്നപ്പോൾ അവരത് ഒന്നും അറിയാത്തതുപോലെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഇനി പറയണതും അവരെ കുറിച്ച് തന്നെയാണ്. നോക്കാം നമുക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തബഉ മാ തത്ലു ശയാത്വീനു അലാ മുൽക്കി സുലൈമാൻ. അങ്ങനെയാണ് ആയത്ത് തുടങ്ങണേ. ഒരു വലിയ ആയത്താണ്. ഞാൻ മുഴുവൻ എന്തായാലും ഓതുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അവതരിക്കുന്ന ഒരു പശ്ചാത്തലം എന്ന് വെച്ചാൽ BC 6-ാം നൂറ്റാണ്ടിൽ നബൂക്കത്ത് നെസർ എന്ന രാജാവ് ഇസ്രായേൽ ആക്രമിക്കുകയും അങ്ങനെ അവിടെ ഉള്ളവരെ ബാബിലോണിലോട്ട് നാട് കടത്തുകയും ചെയ്തു. അങ്ങനെ അവർ ബന്ദികളാക്കി ബാബിലോണിൽ ആണ് അപ്പോൾ ഇസ്രായേലിലുള്ളത്. ആ സമയത്ത് അവിടെയുള്ള ആളുകളിൽ സിഹർ പ്രചാരത്തിലുണ്ടായിരുന്നു. അവർ സിഹർ ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഇസ്രായേലിയർക്ക് ഇത് കണ്ടപ്പോൾ അതിനോടൊരു അട്രാക്ഷൻ തോന്നി. അപ്പോൾ അവരും ഇത് ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയത്ത് അള്ളാഹു 2 മലക്കുകളെ ഒരു പരീക്ഷണാർത്ഥം ഇവർക്ക് ഇറക്കുകയാണ്. അപ്പോൾ ഇവരിത് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്ന കാര്യം, ഇത് അങ്ങനെ തെറ്റായ കാര്യമൊന്നല്ല, മുമ്പ് സുലൈമാൻ നബി അലൈഹി സ്വലാം ചെയ്തിരുന്ന കാര്യം തന്നെയാണ് ഇത് എന്നാണ് ഇവർ അതിന് ന്യായം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുമ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ മകനാണ്. അള്ളാഹു ഒരുപാട് മോജിസത്തുകൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് ജിന്നുകളെയും പക്ഷികളെയും കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ സംസാരം അറിയായിരുന്നു. അപ്പോൾ 3 സൈന്യങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. മനുഷ്യൻ്റെ ഒരു സൈന്യം ഉണ്ടായിരുന്നു, ജിന്നുകളുടെ സൈന്യം ഉണ്ടായിരുന്നു, പക്ഷികളുടെ സൈന്യം ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, ഈ ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് മോചിതത്തുകൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇവർ പറയണത് ഇത് സുലൈമാൻ നബി അലൈഹി സ്വലാമൊക്കെ ചെയ്ത കാര്യമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരിക്കലും സിഹർ ചെയ്തിട്ടില്ല. അപ്പോൾ സിഹർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കാഫറാണ് അല്ലേ. സിഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബഉൽ മൂബിഖാത്തിലെ 2ാമത്തെ കാര്യമാണ്. അതായത് 7 വൻപാപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലെ 2ാമത്തെ കാര്യമാണ് സിഹർ ചെയ്യുക. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിശ്വാസിയായി മാറുകയാണ്. അപ്പോൾ ഇവർ പറയണത് എന്താ, സുലൈമാൻ നബി അലൈഹി സ്വലാം സിഹർ ചെയ്തിരുന്നു. അപ്പോൾ അത് തെറ്റായ കാര്യമൊന്നല്ല എന്നാണ് ഇവർ പറയണത്. അപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ആദ്യം തന്നെ അള്ളാഹു ഈ ആയത്തിൽ പറയണത്. നമുക്ക് നോക്കാം. വത്തബഉ എന്ന് വെച്ചാൽ അവർ പിൻപറ്റുകയും ചെയ്തു. മാ തത്ലു ശയാത്തീൻ, പിശാചുക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഓതിക്കൊണ്ടിരുന്ന കാര്യം അവർ പിൻപറ്റി. അലാ മുൽക്കി സുലൈമാൻ, സുലൈമാൻ അലൈഹി സ്വലാമിനെ കുറിച്ച്, സുലൈമാൻ അലൈഹി സ്വലാമിൻ്റെ രാജാധിപത്യത്തെ സംബന്ധിച്ച്. അപ്പോൾ അവർ പറയണതാണ് ഇത് തെറ്റുള്ള കാര്യമൊന്നല്ല എന്നാണ് പറയണത്. അതാണ് ഈ പറഞ്ഞത്. അപ്പോൾ അള്ളാഹു അവിടെ തന്നെ പറയാണ്, വമാ കഫറ സുലൈമാൻ, സുലൈമാൻ നബി അലൈഹി സ്വലാം കാഫിറായിട്ടില്ല, അവിശ്വാസിയായിട്ടില്ല, അതായത് സിഹർ ചെയ്തിട്ടില്ല എന്ന്. വലാകിന്ന, പക്ഷേ ഷയാത്തീന, എന്നാൽ പിശാചുക്കൾ കഫറു, അവരാണ് അവിശ്വസിച്ചത്. ഇതും പറഞ്ഞുകൊണ്ട് സിഹർ ചെയ്ത ആൾക്കാരാണ് അവിശ്വസിച്ചത്. യുഅല്ലിമൂനന്നാസ സിഹ്റ, അവര് മനുഷ്യർക്ക് സിഹർ, ആഭിചാരം പഠിപ്പിച്ചു കൊടുത്തു. വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത് മാറൂത്ത്, ഹാറൂത്ത് വമാറൂത്ത്. അപ്പൊ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞ 2 മലക്കുകളെയാണ് അള്ളാഹു ഇവരിലേക്ക് അയച്ചത്. അവര് വന്നിട്ട് ഇവർക്ക് സിഹർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനുവേണ്ടി അള്ളാഹു അവരെ ബാബിലോണിലോട്ട് അയച്ചു. അപ്പോൾ മലക്കുകൾ വരണത് മനുഷ്യരൂപത്തിലാണ് അല്ലേ. പല സന്ദർഭങ്ങളിലായിട്ട് ഖുർആൻ വിവരിക്കുന്നുണ്ട്. മറിയം അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് ഒരു പുരുഷന്റെ രൂപത്തിലാണ്, മനുഷ്യരൂപത്തിലാണ്
പുത്രൻ ഉണ്ടാവാൻ പോണ വിവരം അറിയിക്കാനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് സുന്ദരന്മാരായ പുരുഷന്മാരുടെ രൂപത്തിലാണ് മലക്കുകളെ അള്ളാഹു അയച്ചിട്ടുള്ളത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ അലൈഹി സ്വലാം ഒരു വെള്ള വസ്ത്രം ധരിച്ച് നബിയോട് അടുത്ത് വന്ന് ചേർന്നിരുന്നു എന്നൊക്കെ ഹദീസിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മനുഷ്യരൂപത്തിൽ അള്ളാഹു മലക്കുകളെ അയക്കാറുണ്ട്. അപ്പം അതുപോലെ 2 മലക്കുകളെ, ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞ 2 മലക്കുകളെ അള്ളാഹു ഇവരിലേക്ക് അയക്കാണ്. ഇവരിലേക്ക് അയച്ചിട്ട് ഇവർ എന്താ പറഞ്ഞു കൊടുക്കണേ, ഇത് സിഹർ പഠിപ്പിച്ചു കൊടുത്തിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു നിങ്ങൾക്ക് പരീക്ഷണമായിട്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവർ ഈ സിഹർ പഠിപ്പിച്ചു കൊടുത്തേക്കണത്. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ആലോചിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു തട്ടിപ്പിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ, ജനങ്ങളെ ഉത്ബോധിപ്പിക്കാനായിട്ട് ഒരു 2 പേര് വരികയാണ്. അവർ വന്നിട്ട് ഇത് പറഞ്ഞു തരണം എന്താ, ഇങ്ങനെ ഇതിൻ്റെ രഹസ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഈ തട്ടിപ്പ് ഉണ്ടാവുന്നത്, അപ്പോൾ നിങ്ങൾ ആരും അതിൽ വീഴരുതെന്ന് പറയാനായിട്ട് 2 പേര് വന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ട്, അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ കേട്ട ആൾക്കാർ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയാൽ എങ്ങനെ ഇരിക്കും, അതേ അവസ്ഥ. അപ്പോൾ 2 മലക്കുകൾ വന്നു, അവർ ഈ സിഹറിൻ്റെ ദോഷഫലങ്ങളൊക്കെ പറഞ്ഞു തന്നു. സംഭവം ഇങ്ങനെയൊക്കെയാണ്, ഇത് ചെയ്യണത്, ഇതിൻ്റെ രഹസ്യം ഇങ്ങനെയൊക്കെയാണ്, പക്ഷേ നിങ്ങൾ ആരും ഇത് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്കിതൊരു പരീക്ഷണമായിട്ടാണ് ഞങ്ങളെ വിട്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിത് പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവരിത് പഠിച്ചെടുത്തിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കാനായിട്ട് ഇത് ഉപയോഗിച്ചു തുടങ്ങി. അപ്പം അള്ളാഹു പറയണത് ഇതുമൂലം ഈ ഒരു സിഹർ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ആരെയും ഉപദ്രവിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ പണ്ഡിതന്മാരുടെ ഇടയിൽ ഉള്ള അഭിപ്രായ വ്യത്യാസം എന്ന് വെച്ചാൽ കുറേ പേര് പറയണത് സിഹർ ഉണ്ട്, അതിന് ഫലം ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിലവർ പറയണത് സിഹർ ഇല്ല, അല്ലെങ്കിൽ അതിന് ഇത് വെറുതെ പറയണതാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെ 2 അഭിപ്രായമാണ് ഇതിനുള്ളത്. ജിന്നുകളുണ്ട്, ജിന്നുകൾ സഹായിക്കുന്നുണ്ട് ഇതിന് എന്നൊക്കെ പറയണ പല പല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഉദ്ദേശിക്കാത്തൊരു കാര്യം ഒരാൾക്കും നടക്കൂല. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു അയൽക്കാരന് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് എന്തെങ്കിലും ഒരു ദോഷം വരാൻ വേണ്ടി ഒരു മുട്ടയിൽ എന്തെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ മുടിയിൽ എന്തെങ്കിലും ചെയ്ത് കുഴിച്ചിടുക അല്ലെങ്കിൽ കിണറ്റിൽ കൊണ്ടിടുക ചെയ്താൽ ഒരിക്കലും അയാൾക്ക് അതുകൊണ്ടൊരു ദോഷം ഉണ്ടാവില്ല. പകരം എൻ്റെ പരലോകമാണ് ഞാൻ നഷ്ടപ്പെടുത്തണേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു ദോഷം വന്നാൽ നമ്മൾക്ക് അപ്പോൾ ആർക്കും തോന്നരുത് അയാൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാവോ ഇങ്ങനെ വന്നതെന്ന് ഒരു ചിന്ത ഒരു സത്യവിശ്വാസിക്ക് വരാൻ പാടില്ല. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് എന്നൊരു സ്വഹീഹായ ഹദീസ് ഉണ്ട്. ഒരു ജൂതൻ മുടിയിൽ സിഹർ എന്തോ ചെയ്തു, കിണറ്റിൽ കൊണ്ടിട്ടു. അങ്ങനെ 6 മാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കണ ഒരു ഹദീസ് ഉണ്ട്. അപ്പോൾ അത് സ്വഹീഹല്ല, ലഈഫാണെന്ന് പറയണ പണ്ഡിതന്മാരും ഉണ്ട്. അപ്പോൾ അത് അല്ലാഹു ആലം. നമ്മൾ ആ ഒരു ഹദീസിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ണേറിനെ കുറിച്ച് പറയണ്ടില്ലേ, കണ്ണേർ ഇപ്പം നമ്മൾ ഒരിക്കലും നമുക്കൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമല്ല. നമുക്ക് കണ്ണേറിൽ നിന്നും രക്ഷ നേടാനായിട്ട് സൂറത്തുൽ നാസും ഫലക്കും പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രാർത്ഥന എന്താണ്, എല്ലാ ദുഷിച്ച കണ്ണുകളിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു എന്നുള്ള പ്രാർത്ഥനയുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റാത്ത എന്തോ ഒരു നല്ലതല്ലാത്തൊരു കാര്യമുണ്ട്. അപ്പോൾ അതിന് നിന്ന് രക്ഷ കിട്ടാനായിട്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പിന്നെ വേറൊരാൾ വിചാരിച്ചത് കൊണ്ട് നമുക്ക് ഒരു ദോഷം വരുത്താനായിട്ട് സാധിക്കില്ല. അത്രയാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് ആണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ സഹറ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. വശീകരിച്ചു എന്നൊരർത്ഥമുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സാഹിർ എന്ന് അവർ വിളിക്കാറുണ്ടായിരുന്നു മക്കാ മുശ്രിക്കുകൾ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു അഭിപ്രായം പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ശത്രുക്കൾക്ക് വരെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. എന്നുവെച്ചാൽ അബൂജഹലും അബൂ സുഫിയാനും ഒക്കെ രാത്രി ഒളിച്ച് വന്നിരുന്ന് കേട്ടിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം. ഇത് അവരുടെ വീടുകളൊക്കെ അടുത്തടുത്താണ് മക്കയിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇവർ അതിനോടുള്ള അതിൻ്റെ ഒരു മാധുര്യം കൊണ്ട് കേൾക്കാനായിട്ട് ആരും കാണാണ്ട് ഒളിച്ച് വന്ന് കേൾക്കാറുണ്ട്. അങ്ങനെ പരസ്പരം ഇവർ തമ്മിൽ കണ്ടുമുട്ടിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ച് ആളുകളെ എന്താണ് അതിലോട്ട് അട്രാക്ട് ചെയ്യണതുകൊണ്ടാണ് സാഹിർ എന്ന് ആളുകൾ വിളിച്ചിരുന്നതെന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ചിലവർ പറയുന്നത് സിഹർ വാദിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ പറയണേ എന്ന് പറയണം. അപ്പൊ അതുകൊണ്ട് ഇതിൽ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭ്രാന്തനാണ്, കവിയാണ്, സാഹിറാണ് എന്നൊക്കെ അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ സഹറ എന്ന വാക്കിന് വേറെയും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആഭിചാരം, ക്ഷുദ്രം, ഇന്ദ്രജാലം, ചെപ്പടി വിദ്യ, പിന്നെ വശീകരണം, ജാലവിദ്യ, കൺകെട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ മാജിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാജിക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ഒരു വടി എടുത്തിട്ട് അതിനെ പൂവാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ മാറ്റി ഒരു മുയലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രാവാക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ഒരാളെ കൊണ്ട് കിടത്തിയിട്ട് അയാളെ മുറിക്കുന്ന, ഇപ്പൊ തല മുറിച്ച് മാറ്റണത് കാണുന്നുണ്ട് നമ്മള്. അപ്പൊ അത് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ അവിടെ ഒരാളുടെ തല മുറിച്ച് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും നടക്കണതാണോ? ഒരിക്കലും അല്ല. അപ്പോൾ സത്യമല്ലാത്തൊരു കാര്യം നമുക്ക് തോന്നിപ്പിക്കുകയാണ് അവിടെ. നമുക്ക് കാണുമ്പോൾ ഇങ്ങനെയാണെന്ന് നമുക്ക് തോന്നുകയാണ്. അതുപോലത്തെ എന്തോ ഒരു സംഭവം തന്നെയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരിക്കലും അത് സത്യമല്ല. അള്ളാഹു ഉദ്ദേശിക്കാണ്ട് ഒരാൾക്കും ഒരു ഉപദ്രവവും വരുത്താൻ പറ്റില്ല. ഇതുകൊണ്ട് അപ്പം അത് ഈ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, ഇത് ചെയ്തിട്ട് ഇവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടണുണ്ടോ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു ആയത്തിന്റെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. മാ കഫറ സുലൈമാൻ നബി അലൈഹി സ്വലാം കാഫിറായിട്ടില്ല എന്ന് പറഞ്ഞു. വലാകിന്ന ഷയാത്തീന കഫറു, പക്ഷേ പിശാചുക്കളാണ് അവിശ്വാസികളായത് എന്ന് പറഞ്ഞു. യു അല്ലിമൂന, അല്ലമ എന്ന് വെച്ചാൽ പഠിപ്പിച്ചു. യു അല്ലിമൂന നാസ, മനുഷ്യർക്ക് പഠിപ്പിച്ചു. സിഹ്റ, ആഭിചാരം. വമ ഉൻസില അലൽ മലക്കൈനി, രണ്ട് മലക്കുകൾ ഇറക്കപ്പെട്ടത് ബിബാബില ഹാറൂത്ത വമാറൂത്ത്, ബാബിലോണിൽ ഹാറൂത്ത് മാറൂത്ത് എന്ന രണ്ട് മലക്കുകളെ അള്ളാഹു അവിടേക്ക് ഇറക്കി. എന്നിട്ട് അവര് പറഞ്ഞു കൊടുത്ത കാര്യമാണ് വമായു അല്ലിമാനി, അവർ രണ്ടാളും പഠിപ്പിച്ചിരുന്നില്ല. എന്തെന്ന് പറയാണ്ടെന്നാണ്. മിൻ അഹദിൻ, ഒരാളെയും പഠിപ്പിച്ചിട്ടില്ല. ഹത്താ യഖൂല, രണ്ടാളും പറയുന്നത് വരെ. ഇന്നമാ നഹ്നു ഫിത്നത്തു, നിശ്ചയമായും ഞങ്ങൾ നിങ്ങൾക്കൊരു പരീക്ഷണം മാത്രമാണ്. ഇന്നമാന്ന് വെച്ചാൽ മാത്രം എന്നുള്ള അർത്ഥമാണ്. ഞങ്ങൾ നിങ്ങൾക്കൊരു പരീക്ഷണമായിട്ട് മാത്രമാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. ഫലാ തക്ഫുർ, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവിശ്വാസികളായി തീരരുത്. ഈ സിഹർ ചെയ്തുകൊണ്ട് അവിശ്വാസികളാകരുത് എന്നാണ് അവർ പറയണേ. ഫയതഅല്ലമൂന, എന്നിട്ട് അവർ പഠിച്ചു. ഇത് കേട്ട ആൾക്കാർ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് പഠിച്ചു. മിൻഹുമ, അവർ രണ്ടാളിൽ നിന്നും പഠിച്ചു. മാ യുഫദ്ദിഖൂന ബിഹി, അവർക്ക് അതുകൊണ്ട് ഫറക്കാന്ന് വെച്ചാൽ ഭിന്നിപ്പ് ഉണ്ടാക്കാന്നാണ്. ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യം അവർ പഠിച്ചു. ആരുടെ ഇടയിലാണ് ഭിന്നിപ്പ് ഉണ്ടാക്കിയതെന്നാണ് ഇനി പറയണത്. ബൈനൽ മർഇ വസൗജി, ഒരു പുരുഷന്റെയും അവന്റെ ഇണയുടെയും. മർ എന്ന് വെച്ചാൽ മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു പുരുഷൻ. വസൗജ്, സൗജ് എന്ന് വെച്ചാൽ ഇണ. ഒരു പുരുഷന്റെയും അവന്റെ ഇണയുടെയും, അതായത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അവര് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കാര്യം പഠിച്ചത്. വമാഹും, അവരല്ല താനും ബിളാരീന, ഉപദ്രവം വരുത്തുന്നവർ, ബിഹി, അതുകൊണ്ട്, മിൻ അഹദിൻ, ഒരാളെയും ഇല്ലാ ബിഇദ്നില്ല. അപ്പൊ അള്ളാഹു പറയാണ്, ഇങ്ങനെ ആരെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കാനായിട്ട് ഇത് ചെയ്താൽ ഇത് ഏൽക്കുമെന്നുള്ള കാര്യമാണ് അള്ളാഹു പറയണം. വമാഹും, അവരല്ല താനും ബിളാരീന, ഉപദ്രവം വരുത്തുന്നവരല്ല. അവരങ്ങനെ ചെയ്തത് കൊണ്ട് ഒരു ഉപദ്രവവും മറ്റേ ആൾക്കാർക്ക് ഉണ്ടാവാൻ പോണില്ല. വമാഹും ബിളാരീന ബിഹി, അതുകൊണ്ട് ഒരു ഉപദ്രവം വരുത്താൻ അവർക്ക് പറ്റില്ല. മിൻ അഹദിൻ, ഒരാൾക്കും. ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹുവിന്റെ ഉത്തരവ് കൂടാതെ. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ വേറൊരാൾക്കൊരു ഉപദ്രവം വരുത്താൻ ഒരു മനുഷ്യനെ കൊണ്ടും പറ്റൂല. വയതഅല്ലമൂന, അവർ പഠിക്കുകയും ചെയ്തു. മാ യളുറുഹും, അവരിത് പഠിച്ചിട്ട് അവർക്ക് എന്താ കിട്ടിയത്? അവർക്ക് തന്നെയാണ് ഉപദ്രവം. അവർക്ക് ഉപദ്രവം വരുത്തുന്ന ഒരു കാര്യമാണ് അവർ പഠിച്ചത്. വലായം ഫഹും, നഫാ എന്ന് വെച്ചാൽ ഉപകാരം. അവർക്ക് ഉപകാരം ഇല്ല. അവർക്ക് ഉപകാരം ചെയ്യാത്തതും അവർക്ക് ഉപദ്രവം വരുത്തുന്നതുമായ ഒരു കാര്യമാണ് അവര് പഠിച്ചത്. വലഖദ് അലിമു, തീർച്ചയായും അവർ അറിഞ്ഞിട്ടുണ്ട്. ലമനിഷ്തറ, അവർ അതിനെ വാങ്ങി. മാലഹു, അവനില്ല. ഫിൽ ആഖിറതി, പരലോകത്തിൽ. മിൻ ഖലാഖ്, ഒരു ഓഹരിയും. അപ്പൊ അവര് ഈ വാങ്ങിയത് കൊണ്ട് അവർക്ക് പരലോകത്തില് ഒരു ഓഹരിയും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നില്ല. അതായത് അവർക്ക് ഒരു ഗുണവും അതുകൊണ്ട് അവിടെ ചെന്നാൽ കിട്ടാനില്ല എന്ന് പരലോകത്തില്. അതാണ് പറയണത്. വലബിസ, വളരെ ചീത്ത. മാഷറവ്, അവര് വിറ്റു അല്ലെങ്കിൽ വാങ്ങി എന്നർത്ഥം. ഇഷ്തറാക്ക് നമ്മൾ പറഞ്ഞു രണ്ടർത്ഥം ഉണ്ടെന്നല്ലേ.
ഇവിടെ പറയുന്നത് അവർ വിറ്റു ബിഹി അതുമൂലം അംഫുസഹും, അവർ തങ്ങളെ തന്നെയാണ് വിറ്റ് കളഞ്ഞത്. അതായത് അവർ ഇത് ചെയ്തത് കൊണ്ട് അവർക്ക് കിട്ടിയത് വളരെ ചീത്തയായ ഒരു കാര്യമാണെന്ന്. ലൗകാനു യഅലമൂൻ, അവർ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് പറയണത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ആയത്ത്. ഇതിനകത്ത് ഇനി കൂടുതലായിട്ട് എന്താണ് എനിക്ക് പറയാനായിട്ട് അറിയില്ല. ഇതിൽ പല പല സംശയങ്ങളും ഒക്കെ ഉണ്ടാവണ ഒരു വിഷയമാണിത്. പിന്നെ എന്താ പറയണേ, ഇതിൽ പിന്നെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഞാൻ അമാനി മൗലവിയുടെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. പിന്നെ മനുഷ്യനിലും ജിന്നിലുമുള്ള പിശാചുക്കളെ എല്ലാ നബിമാർക്കും നാം ശത്രുക്കളാക്കിയിട്ടുണ്ടെന്ന് അള്ളാഹു സൂറത്ത് അൻആമിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ പിശാജ് എന്ന് പറയുന്നത് മനുഷ്യന്മാരിലും ഉണ്ട്, ജിന്നുകളിലുമുണ്ട്. അപ്പൊ നമ്മള് ഇത് പറയില്ലേ, സൂറത്തു നാസിൽ പറയുന്നത് മിനൽ ജിന്നത്തി വന്നാസ്, വസ്വാസ് ഉണ്ടാക്കുന്ന, മനസ്സിൽ വന്ന് ദുർമന്ത്രണം നടത്തുന്ന മനുഷ്യനും ജിന്നും. അപ്പൊ മനുഷ്യന്മാരുടെ ഇടയിലുണ്ട്, ജിന്നുകളുടെ ഇടയിലുണ്ട് ഈ പിശാച് എന്ന് പറയണത്. പിന്നെ ഈ ഹന്നാസിന്റെ അർത്ഥം പറയണമെന്ന് വെച്ചാൽ ഇടയ്ക്കിടക്ക് വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കും, മനസ്സിലൊന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പോവും, പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ വരും. അങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം, എന്നിട്ട് നമ്മളെ തെറ്റിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. അതിനെയാണ് ഈ ഹന്നാസ് എന്ന് പറയണത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ആയത്തിനെ കുറിച്ച് പറയാനായിട്ട്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ്, വലൗ അന്നഹും ആമനു വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ ലൗ കാനൂ യഅലമൂൻ. വലൗ അന്നഹും, അവർ ആയിരുന്നെങ്കിൽ, ആമനു അവർ വിശ്വസിച്ചിരുന്നു എങ്കിൽ, വത്തഖൗ അവർ സൂക്ഷിക്കുകയും ചെയ്തു, ലമസൂബത്തുൻ തീർച്ചയായും വല്ല പ്രതിഫലവും, മിൻ ഇൻദില്ലാഹി അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള, ഖൈർ നല്ലതാണ്, ലൗകാനു യഅലമൂൻ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. അതായത് അള്ളാഹു പറയാണ്, അവര് വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഏതൊരു പ്രതിഫലവും, അള്ളാഹുവിൽ നിന്ന് കിട്ടണ ഏതൊരു പ്രതിഫലവും ഏറ്റവും ഉത്തമമായതാണ് അവരിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് അള്ളാഹു പറയാണ്. ഇനി അടുത്തത് പറയണത്, ഇവിടെ ഈ സംഭവം തീരാണ്. ഇനി നമ്മൾ പറയണത് അടുത്ത ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ്. അപ്പൊ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയണത്. നമ്മൾ ഈ ഖുർആന്റെ തുടങ്ങിയിട്ട്, ഫാത്തിഹ തൊട്ട് തുടങ്ങിയിട്ട് 104 ആയത്താണ് ഇപ്പൊ നമ്മൾ പറയാൻ ഈ 104 ആയത്തിലാണ് അള്ളാഹു ഹേ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് ഒരു കാര്യം പറയണം കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലു ഉൻളുർനാ വസ്മഊ വലിൽ കാഫിരീന അദാബുൻ അലീം. ഇവിടെ അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറയണത്. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് പറഞ്ഞു 104 ആയത്തിലാണ് ആദ്യമായിട്ട് ഹേ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു ഒരു കാര്യം പറയണത്. അപ്പൊ ഇത് പറയാനുള്ള ഒരു പശ്ചാത്തലം എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മദീനത്ത് ചെന്ന് ക്ലാസ് എടുക്കുമ്പോൾ, സ്വഹാബികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ അവിടെ മുനാഫിക്കുകൾ വന്നിരിക്കും, കപട വിശ്വാസികൾ ഈ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് നബിയുടെ ക്ലാസ്സിനെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ടും ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരിങ്ങനെ പറയും, റാഇന എന്ന് പറയും. റാഇനാന്റെ അർത്ഥം എന്താണ് ഞങ്ങളെ ഒന്ന് ഗൗനിക്കണേ എന്നാണ് റാഇന എന്ന വാക്കിന്റെ അർത്ഥം. അത് എല്ലാവരും പറയാറുണ്ട്, ഈ സത്യവിശ്വാസികളും ഇവരും പറയും. അപ്പൊ ഇവർക്ക് നമ്മൾ മുമ്പ് പറഞ്ഞു, ഇവർ ഈ വാക്കുകളെ നമ്മൾ ഹിത്തത്തു എന്ന് പറയണേന് പകരം ഹിന്തത്തു എന്ന് പറഞ്ഞു എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞില്ല. ഇവർ ഈ വാക്കുകളെ മാറ്റിമറിക്കണ ഒരു സ്വഭാവം ഇവർക്കുണ്ട്. അപ്പൊ ഇവര് റാഇന എന്ന് പറയണതിന് പകരം കുറച്ചൊന്ന് നീട്ടിയിട്ട് റാഇന എന്ന് പറയും. ആ റാഇന എന്ന് പറയണതിന്റെ അർത്ഥം ചെവി കേൾക്കാത്തവൻ അല്ലെങ്കിൽ വിഡ്ഢി, അങ്ങനെ പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് അതിന്. അപ്പൊ അത് നല്ലതല്ലാത്തൊരർത്ഥമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവർ വിളിക്കണത്. അപ്പൊ ഇവര് ക്ലാസ്സിന്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ പറയും, അത് ആ ക്ലാസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ളൊരു പരിപാടി. അപ്പൊ അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ ഒരിക്കലും റാഇന എന്ന് പ്രവാചകനോട് പറയരുത്, പകരം ഉൻളുർന വെച്ചാൽ ഞങ്ങളെ ഒന്ന് കൺസിഡർ ചെയ്യണേ എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് നോക്കണേ എന്നുള്ള അർത്ഥത്തിൽ ഉൻളുർന എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, റാഇന എന്ന് പറയരുത് എന്നാണ് ഈ ആയത്തിൽ പറയണത്. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ലാ തഖൂലു നിങ്ങൾ പറയരുത്, റാഇന എന്ന് നിങ്ങൾ പറയരുത്, വഖൂലു നിങ്ങൾ പറയുകയും ചെയ്യുക, ഉൻളുർന ഞങ്ങളെ ഒന്ന് നോക്കണേ, അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് കൺസിഡർ ചെയ്യണേ എന്നാണ് പറയണത്. അതും പറയുകയും വേണം. പിന്നെ വസ്മഊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോഴാണ്, ശ്രദ്ധ മാറുമ്പോഴാണ് ഒന്നുകൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലായില്ല എന്നൊക്കെയുള്ള കാര്യം വരണം അല്ലേ. അപ്പോൾ വസ്മഊ നിങ്ങൾ കേൾക്കുകയും ചെയ്യുവിൻ, വലിൽ കാഫിരീന അവിശ്വാസികൾക്കുണ്ട്, അദാബുൻ അലീം വേദനയേറിയ ശിക്ഷ അവിശ്വാസികൾക്കുണ്ട് എന്ന് അല്ലാഹു അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ആയത്തിൽ പറയണത് മായവദ്ദുല്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക് ഇഷ്ടമല്ല,
വദ്ദാന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പൊ മായവദ്ദു അവർ ഇഷ്ടപ്പെടുന്നില്ല, അല്ലദീന കഫറു അവിശ്വസിച്ചവർ, മിൻ അഹ്ലിൽ കിതാബി വേദക്കാരിൽ നിന്നും ഉള്ള അവിശ്വസിച്ചവരും, വലൽ മുഷ്രിക്കീന ബഹുദൈവ വിശ്വാസികളിൽ നിന്നുള്ളവർക്കും ഇഷ്ടമില്ല. എന്താണ് ഇഷ്ടമല്ലാത്തത്? അയ്യുനസ്സല അലൈക്കും നിങ്ങൾക്ക് ഇറക്കപ്പെടുന്നത്, മിൻ ഖൈരിൻ എന്തെങ്കിലും ഒരു നന്മ, മിർ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നും എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് വരണത് ഈ അവിശ്വാസികളായ വേദക്കാർക്കും ബഹുദൈവ വിശ്വാസികൾക്കും ഇഷ്ടമില്ല എന്ന് അള്ളാഹു നമ്മളെ പറഞ്ഞു തരാണ്. അള്ളാഹു യഖ്തസു അള്ളാഹു പ്രത്യേകമാക്കുന്നു, ബിറഹ്മത്തിഹി അവന്റെ കാരുണ്യം കൊണ്ട്, മയ്യശാ അവൻ ഉദ്ദേശിക്കുന്നവർ. അള്ളാഹു പറയണം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു നൽകുന്നുണ്ട്. വല്ലാഹു ഉൽ ഫദ്ലിൽ അലീം അള്ളാഹു മഹത്തായ അനുഗ്രഹം ഉള്ളവനാകുന്നു. അപ്പൊ ഇതിൽ പറയണത് ആ പ്രവാചകത്വം കിട്ടിയത് അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമല്ലേ, അപ്പൊ അത് കിട്ടിയത് അറബികൾക്കാണ്. അപ്പൊ അള്ളാഹു പറയാണ് ഇവർക്ക് അവിശ്വാസികളായ വേദക്കാർക്കും ബഹുദൈവ വിശ്വാസികൾക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ അള്ളാഹുവിൽ നിന്ന് കിട്ടണതിൽ അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ അള്ളാഹു തന്നെ പറയാണ് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു നന്മ കൊടുക്കും, അള്ളാഹു മഹത്തായ അനുഗ്രഹം ഉള്ളവനാകുന്നു എന്ന് പറഞ്ഞ് ആണ് ഈ ഒരു പേജ് അവസാനിക്കണേ. 4 ആയത്തുകളുള്ളൂ ഈ ഒരു പേജിൽ. 102 തുടങ്ങി 105 വരെയാണ് ഈ ഒരു പേജിലുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത പേജ് അടുത്തൊരു ഓഡിയോയിൽ കാണാം. അപ്പൊ നമുക്കിതിൽ അധികം കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആദ്യത്തെ ഒരു ആയത്തിൽ സിഹറിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഈ സത്യവിശ്വാസികളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.